ഹലോ നമസ്കാരം. നമ്മുടെ മഴത്തോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വൈജയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചേക്കുകയാണ്. അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് നമ്മുടെ അലീനയാണ് വൈജയെ കെയർ ചെയ്യുന്നതും അലീനയാണ് ബ്ലഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല കേട്ടോ. അങ്ങനെ വൈജയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം അലീന കാരണമാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം സംഭവിച്ചത്. അപ്പോൾ അലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുക തന്നെ വേണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ എല്ലാവരും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാലചന്ദ്രൻ ഒരിക്കലും അതിന് കൂട്ടാക്കുന്നില്ല. അങ്ങനെ ആ സമയത്ത് നമ്മുടെ രാജീവ് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കത് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ശിവേട്ടനൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെയല്ല, ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു സംഭവം, ഒരു സൂചന പോലും ബാലചന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് വൈജയ്ക്ക് പോലും കിട്ടിയിട്ടില്ലല്ലോ. ഇതൊക്കെ അയാൾ മെനഞ്ഞെടുത്ത കഥകളാണ്. അയാൾക്ക് അങ്ങനെ ഒരു അഫെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾ അങ്ങനെ ഒരു അഫെയറിൽ ചെന്ന് വീഴുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ അയാൾ അലീനയെ എവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞെടുത്തതാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഈ നമ്മുടെ രാജീവിൻ്റെ ഈ സംശയം കമലയും ശരിവെക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും, അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആയിരിക്കും അയാൾ ഇങ്ങനെയൊക്കെ ഒരു കള്ളക്കഥ മെനഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ തെളിയിക്കും? അലീന ബാലചന്ദ്രൻ്റെ മകളല്ല എന്നുള്ളത് എങ്ങനെ തെളിയിക്കും എന്ന് ചോദിക്കുകയാണ് കമല. അതിനാണോ വഴിയില്ലാത്തത്? ഒരു DNA ടെസ്റ്റ് നടത്തിയാൽ പോരെ? ഒരു DNA ടെസ്റ്റിലൂടെ എല്ലാ സത്യവും പുറത്ത് കൊണ്ടുവരാൻ പറ്റും. അയാളും അലീനയും തമ്മിലുള്ള ബന്ധമൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയട്ടോ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ DNA ടെസ്റ്റിന് കൊടുക്കാം. പക്ഷെ അത് കോടതി വഴിയേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒന്നും പറ്റത്തില്ല. അതിനാണ് നമ്മൾ കേസ് കൊടുക്കണം എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ വൈകിക്കേണ്ട, നമുക്ക് കേസ് തന്നെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ശിവേട്ടൻ. എന്നാൽ നമുക്ക് കേസ് കൊടുക്കാം. ഇപ്പോൾ വൈജയാണെങ്കിൽ ഏകദേശം റിക്കവറായി വരുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അധികം വൈകാതെ തന്നെ ഇതിനൊരു തീരുമാനമാക്കണം. ഇനിയിപ്പോൾ അവൾ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസ് കൊടുത്ത് ഒരു DNA ഓർഡർ നമുക്ക് വാങ്ങിച്ചെടുക്കാം എന്ന് പറയാണ് രാജീവ് പറയുന്നുണ്ട്, അതിനൊക്കെ വേണ്ട പിടിപാടൊക്കെ എനിക്കുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാലചന്ദ്രന് ഒരു എതിർപ്പും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം ഇവർ കോടതിയിൽ പോയിട്ട് DNA ടെസ്റ്റിനുള്ള ഓർഡർ സമ്പാദിക്കുകയാണ്. അങ്ങനെ ആ ഓർഡറുമായിട്ട് ബാലചന്ദ്രനെ പോയി കാണുന്നുണ്ട്. ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് രാജീവ് പറയട്ടോ. അതെന്താ വിശ്വസിക്കാൻ പറ്റാത്തത്? എന്താ അതിൽ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സ്വഭാവശുദ്ധിയെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, എന്നാലും ഞങ്ങൾക്കതൊരു ഉറപ്പ് കിട്ടണം. നിങ്ങൾ വെറുതെ പറയുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനൊന്ന് പകച്ചു പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അയാളത് പുറത്തേക്ക് കാണിക്കുന്നില്ല. അങ്ങനെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നമുക്കൊരു DNA ടെസ്റ്റ് നടത്തണം, അതിന് വേണ്ട ഓർഡർ സമ്പാദിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ആകെ ഒന്ന് പകച്ചു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ശരി, എന്നാൽ നടത്തി കളയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു DNA ടെസ്റ്റ് നടത്തണമെങ്കിൽ അതിന് DNA സാമ്പിളായിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ കൊടുക്കണ്ടെന്നെങ്കിൽ ഹെയർ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ അപ്പോൾ അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ DNA ടെസ്റ്റിനായിട്ട് നമ്മുടെ അലീനയുടെയും അതുപോലെ ബാലചന്ദ്രൻ്റെയും ഹെയറാണ് ഇവർ സാമ്പിളായിട്ട് എടുക്കാനായിട്ട് പറയണ കേട്ടോ. അപ്പോൾ വൈജയെ ഏൽപ്പിക്കുന്നുണ്ട്, അവരുടെ രണ്ടുപേരുടെയും ഹെയറിൻ്റെ സാമ്പിൾ നീ എടുത്ത് തരണം. ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്, അയാൾ സഹകരിച്ചോളും എന്ന് പറയുമ്പോൾ ഞാനെങ്ങും പോവില്ല ബാലചന്ദ്രൻ്റെ അടുത്തേക്ക്, എനിക്ക് പറ്റത്തില്ല എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെയർ ഒന്നും അങ്ങനെ പറിച്ചെടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ വേണ്ട, അലീനയുടെയും ബബിതയുടെയും എടുക്കാൻ നമുക്ക്. ബബിതയും ബാലചന്ദ്രൻ്റെ മകളല്ലേ, അങ്ങനെയാണെങ്കിൽ DNA മാച്ച് ആവുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയുടെയും ബബിതയുടെയും ഹെയർ എടുത്തിട്ട് DNA സാമ്പിളായിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം DNAയുടെ റിസൾട്ട് വരും കേട്ടോ. ആ റിസൾട്ട് കണ്ടിട്ട് രാജീവും ശിവേട്ടനും വൈജിയും എല്ലാവരും ആകെ ഷോക്കായി പോവുകയാണ്.
കാരണം ബബിതയുടെയും അലീനയുടെയും DNA സാമ്പിൾ മാച്ചായിരുന്നു കേട്ടോ. അപ്പം ഉറപ്പിക്കുകയാണ് ബാലചന്ദ്രൻ്റെ മകള് തന്നെയാണ് അലീന എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. വൈജയാണെങ്കിൽ കൂടുതൽ സങ്കടപ്പെട്ടു പോവുക കേട്ടോ. ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ, ബാലചന്ദ്രൻ ഇത്രയും നാളും ഇങ്ങനെ നമ്മളെ പറ്റിക്കുകയായിരുന്നില്ലേ, ഇനി ഒന്നുകിൽ വൈജ ഡിവോഴ്സ് വാങ്ങിക്കണം അല്ലെങ്കിൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയാട്ടോ. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ഇവരെല്ലാവരും കൂടെ. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അലീനയെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പറഞ്ഞയക്കത്തില്ല എന്ന് തന്നെ പറയാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എല്ലാവരും. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ളൊരു ധാരണയിൽ തന്നെ എത്തുകയാണ്. ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. മനു വരുന്ന സമയത്ത് എന്താ എല്ലാവരും കൂടി ഒരു ചർച്ച എന്ന് ചോദിക്കുമ്പോൾ DNA റിസൾട്ട് വന്നു എന്ന് പറയാട്ടോ. DNA റിസൾട്ടോ? എന്ത് DNA റിസൾട്ട്? അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ മനു എന്ന് കമല ചോദിക്കുക കേട്ടോ. എന്താണ് കാര്യം, എന്താ പറയൂ? ബാലചന്ദ്രൻ അയാളുടെ മകളാണ് അലീന എന്ന് പറഞ്ഞത് വിശ്വാസം ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു DNA ടെസ്റ്റ് നടത്തി എന്ന് പറയാട്ടോ. അപ്പോൾ എന്നിട്ട് DNA ടെസ്റ്റ് നടത്തി അതിൽ അവർ സെയിമാണ്, മാച്ചാണ് എന്ന് പറയാം. അങ്കിളുടെയും അലീനയുടെയും ആണോ നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, അലീനയുടെയും ബബിതയുടെയാണ് നടത്തിയത് എന്ന് പറയാട്ടോ. അത് പിന്നെ മാച്ച് ആവാതിരിക്കുമോ, സഹോദരങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആയിരിക്കുമല്ലോ എന്ന് പറയാട്ടോ. മനു അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിനിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ എന്ന് അവർക്കൊരു ഐഡിയ അല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അലീനെ ഇറക്കി വിടാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ളൊരു വിഷമോ അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ വേണ്ടാത്ത പൊല്ലാപ്പൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്, അങ്കിള് പറഞ്ഞു കഴിഞ്ഞു അങ്കിളുടെ മകളാണെന്ന്, അത് വെറുതെ പറഞ്ഞതല്ലാന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ല ഈ DNA റിസൾട്ടിലൂടെ. ഇനിയിപ്പോൾ എന്തിനാണ് അലീനയുടെ പുറത്തേക്ക് നിങ്ങൾ കയറാൻ നിൽക്കുന്നത്, അവൾ എങ്ങനെയെങ്കിലും അവിടെ ജീവിച്ച് പൊക്കോട്ടെ, അങ്കിൾ അവളെ ഒരിക്കലും വിട്ട് കളയത്തില്ല, അത് എല്ലാവർക്കും മനസ്സിലായ കാര്യമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ മനു. അന്നേരം രാജീവ് പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും മനു, നീ എന്തറിഞ്ഞിട്ട് ഈ പറയണത്, വൈജിയും മക്കളും അപ്പോൾ എന്ത് ചെയ്യണം, അവൾ അവിടെ താമസിക്കുമ്പോൾ വൈജിക്കും മക്കൾക്കും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടോ, അതില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈജയുടെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, വൈജാൻറ്റിൻ്റെ കൂടെ നിൽക്കുക തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് കൂടുതലൊന്നും പ്രശ്നങ്ങൾക്ക് പോണ്ട, അങ്കിളുടെ മകളായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് പറയാട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ നമ്മുടെ മനുവിൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അവർക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അങ്ങനെ ഈ റിസൾട്ട് അറിഞ്ഞതോടുകൂടിയിട്ട് വൈജിയും ആകെ ഷോക്കഡ് ആയിട്ടുണ്ട്. അങ്ങനെ വൈജ മകളോട് പറയുകയും ചെയ്യുന്നുണ്ട്, ബബിതയോട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ്റെ സ്വന്തം മകൾ തന്നെയാണ് അലീന, ഇത്രയും നാൾ ചതിക്കുകയായിരുന്നു, നിങ്ങളുടെ DNA സാമ്പിൾസ് കൊടുത്തത് മാച്ചായി എന്ന് പറയുമ്പോൾ ബബിതയും ആകെ ഷോക്കായി പോകട്ടോ. ഇനി എന്ത് ചെയ്യും അമ്മ, എങ്ങനെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തെങ്കിലും വഴി കാണണം, അല്ലാതെ ശരിയാവത്തില്ല, അവളെ ഇവിടെ ഞാൻ വെച്ച് വാഴിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ വൈജയന്തിയും പറയുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള ഒരു വിശ്വാസം കൂടുതൽ ഊട്ടി ഉറപ്പിച്ചേക്കാണ് ഇവിടെ എല്ലാവരും കൂടി കിട്ടി. കാരണം ബബിതയുടെയും അലീനയുടെയും ആണ് DNA സാമ്പിൾ പരിശോധിച്ചത്, ബാലചന്ദ്രൻ്റെ അല്ല. പക്ഷേ അലീനയുടെയും ബബിതയുടെയും പരിശോധിക്കുമ്പോൾ അതിൽ ബബിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും വൈജയന്തിൻ്റെ ഫാമിലിയുമായിട്ടുള്ളൊരു റിലേഷനാണ്, ജീൻ റിലേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ അലീനയുടെയും ബബിതയുടെയും ഹെയർ സാമ്പിളായിട്ട് കൊടുത്ത സമയത്ത് അവരുടേത് മാച്ചായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ അവർ ഉറപ്പിക്കുന്നുണ്ട് അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള തീരുമാനത്തിൽ ഉറപ്പിക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് നമ്മുടെ ഗംഗാധരൻ വിളിക്കുന്നത് കേട്ടോ. ഗംഗാധരനെ വിളിക്കുന്ന സമയത്ത് ശിവേട്ടൻ പറയുന്നുണ്ട് ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഗംഗേട്ടൻ ഒന്ന് ഇവിടെ വരണം എന്ന് പറയുമ്പോൾ എന്താണ് ശിവ നീ പറഞ്ഞോ എന്ന് പറയാട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം DNA റിസൾട്ട് വരെ നടത്തി അത് മാച്ചാണ് എന്ന് പറയാട്ടോ. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെയും അലീനയുടെയും DNA ആണോ നടത്തിയത്, അതാണോ മാച്ചായത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, അലീനയുടെയും ബബിതയുടെയും കൂടി DNA ആണ് നടത്തിയത്, അവർ തമ്മിൽ മാച്ച് വന്നു,
എന്ന് കാണിക്കുക കേട്ടോ. എടാ, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ പിന്നീട് മറുപടി പറയേണ്ടി വരും കേട്ടോ. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് നിങ്ങൾ വല്ലാണ്ട് മുട്ടാനായിട്ട് പോവണ്ട, അയാൾ ആകെ പിടിവിട്ട് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് ഗംഗേട്ടനെ എങ്ങനെ അറിയാം? ഗംഗേട്ടൻ അന്ന് ഇവിടെ വന്ന് പോയതല്ലേ? ഞാൻ അവിടെ വന്ന് പോയതാണ്, പക്ഷേ അതിന് മുന്നേയൊക്കെ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഫോണിലൂടെ പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും നിങ്ങളിപ്പോൾ ബാലചന്ദ്രനെ ഒടുക്കാനായിട്ട് നിങ്ങൾ പോയി നിൽക്കേ വേണ്ട, അത് വേറൊരു രീതിയിലേക്കായി മാറുമെന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ എന്തായി പറയണത്? ഒന്ന് തെളിച്ച് പറ എന്ന് പറയാം കേട്ടോ. ഞാൻ പറയാം, നീ ഒന്ന് ക്ഷമയോടെ കേൾക്ക്. ഒരു കാര്യം ചെയ്യ്, ആ DNA റിസൾട്ടും കൊണ്ടിട്ട് നിങ്ങൾ ബാലചന്ദ്രൻ്റെ മുന്നിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാണ്. ഇനി ബാലചന്ദ്രനുമായിട്ട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോവണ്ട, ഞാൻ പറയുന്നത് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കണം. ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന് പറയാണ്. ഗംഗേട്ടൻ എന്തായി പറയണത്? ഈ DNA ഞങ്ങളുടെ കയ്യിലിരിക്കില്ലേ? അലീന ബാലചന്ദ്രൻ്റെ തന്നെ മകളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും നാളും സംശയമാണ് ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ അതൊരു തീരുമാനത്തിലെത്തി. നിങ്ങൾ എന്തായാലും DNA നടത്തിയത് നന്നായി. എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് സാധിച്ചു എന്ന് പറയട്ടോ. എന്താ ഗംഗേട്ടൻ, കാര്യം തെളിച്ച് പറ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, ആ DNA ബബിതയുമായിട്ടല്ലേ നടത്തിയത്, അതുകൊണ്ടാണ് ആ DNA മാച്ചായത്. ഒരിക്കലും ബാലചന്ദ്രനുമായിട്ട് നടത്തുമായിരുന്നെങ്കിൽ ഒരിക്കലും അത് മാച്ച് ആവത്തില്ലായിരുന്നു എന്ന് പറയാണ്. അതെന്താ ഗംഗേട്ട അങ്ങനെ? ബാലചന്ദ്രൻ്റെ മകള് തന്നെയല്ലേ അലീന, അപ്പോൾ ആ ഒരു മാച്ചിങ് വന്നില്ലേ? അതെ, അലീന ബാലചന്ദ്രൻ്റെ മകളാണ്. അലീനയല്ല, ബബിത ബാലചന്ദ്രൻ്റെ മകളാണ്. അലീന ബാലചന്ദ്രൻ്റെ മകളാണോ എന്നുള്ള സംശയമല്ലേ നമുക്കുണ്ടായിരുന്നത്. അത് മാറ്റാനല്ലേ നമ്മളിങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമല്ലേ? എന്നാൽ എനിക്ക് സംശയമല്ല, ഒട്ടും സംശയമല്ല, എനിക്ക് ഉറപ്പാണ് അലീന ബബിതയുടെ സഹോദരി തന്നെയാണ് എന്ന് പറയാട്ടോ. പക്ഷേ ബാലചന്ദ്രൻ്റെ മകളല്ല എന്നും കൂടി പറയുന്നുണ്ട്. ഗംഗേട്ടൻ എന്തൊക്കെ വട്ടാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വട്ട് പറയുന്നതല്ല, അലീന ബബിതയുടെ മൂത്ത സഹോദരിയാണ്. അത് ബാലചന്ദ്രൻ്റെ മകളല്ല, മറിച്ച് നമ്മുടെ വൈജയുടെ മകളാണ് എന്ന് പറയട്ടോ. ഗംഗേട്ടൻ എന്തായി പറയണത്? അതെ, ഞാൻ പറയുന്നതാണ് സത്യം. അലീന വൈജയന്തി 22.5 വർഷങ്ങൾക്ക് മുൻപ് പ്രസവിച്ച് കളഞ്ഞ ആ ഓർഫനേജിൽ കൊണ്ടാക്കിയില്ലേ, ആ മകളാണ് അലീന എന്ന് പറയണം. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവരെല്ലാവരും കൂടെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇവർക്ക് പറയാൻ വോയിസ് ഇല്ല കേട്ടോ. ഗംഗേട്ടാ, അത് എന്താ സംഭവം, എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയതല്ലേ എന്നൊക്കെ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കമല അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം കമല ഇതും കൂടി കേൾക്കുകയാണെങ്കിലും മൊത്തം കൊട്ടി ഘോഷിക്കും. അപ്പോൾ ശിവേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗംഗേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, കൂടുതലൊന്നും നീ ഇപ്പോൾ ചോദിക്കേണ്ട. എന്താണെങ്കിലും അലീനയുടെ ആ കേസിനെ പറ്റിയിട്ട് നിങ്ങൾ ഇനി സംസാരിക്കാനായിട്ട് പോവണ്ട. അതുകൊണ്ട് ഇനി അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകേണ്ട. കാരണം ബാലചന്ദ്രൻ അലീനയെ ഒരിക്കലും പറഞ്ഞയക്കത്തില്ല. അയാൾ സ്വന്തം മകളായിട്ട് അംഗീകരിച്ച് അവിടെ വളർത്തുന്ന ആ പെൺകുട്ടി അയാൾക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മറിച്ച് വൈജയുമായിട്ട് ബന്ധമുണ്ട്. വൈജയുടെ സ്വന്തം മകളാണ് അവൾ എന്ന് പറയണം. ഇത് കേട്ടിട്ട് ശിവേട്ടനും രാജീവൊക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇത് മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ എന്താണെങ്കിലും ഇപ്പോൾ അവർ കൂടി തിരിച്ചറിഞ്ഞേക്കാണ് അലീന നമ്മുടെ വൈജയന്തിയുടെ മകളാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ.